ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ക്ഷേത്രത്തിൽ സുപ്രഭാതം വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളുമായിട്ട് എത്തിയിരുന്നു. കൊളപ്പാടുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവരെത്തിയത്. ഇടവണ്ണക്കടുത്ത് കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ചാരാ? UDF ആണ്. UDF അല്ലേ? UDF ആണ് ജയിച്ചത്. മുസ്ലിം ലീഗ്. ഞാൻ പറയും മുസ്ലിം ലീഗ് അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ജയിച്ചത്. UDFന്റെ കൂടെ ഇത്തവണ മത്സരിച്ചാരൊക്കെയാ? മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ SDPI. അപ്പൊ എല്ലാ ഇസ്ലാമിക ശക്തികളും കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ജയിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പാട്ടുവെക്കാൻ പാടില്ല, ക്ഷേത്രത്തിലെ ആരാധനയുടെ ഭാഗമാണ്. അത് പാടില്ല എന്ന് കോൺഗ്രസുകാർക്ക് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പ്രകടനം നടത്താൻ കേരളത്തിൽ കഴിഞ്ഞെങ്കിൽ കേരളം അതിവേഗത്തിൽ ഇസ്ലാമിക അജണ്ടയ്ക്ക് വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കുത്തുന്ന ഓരോ വോട്ടും, UDFന് കൊടുക്കുന്ന ഓരോ വോട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊടുക്കുന്ന വോട്ടാണ്. ആര് ഭരിക്കും? സതീശൻ ഭരിക്കോ? KC പോലെ ഭരിക്കോ? അതോ രമേശ് ചെന്നിത്തല ഭരിക്കോ? ആര് ഭരിച്ചാലും അവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, ബ്രേക്ക് ചവിട്ടുന്നത്, ആക്സിലേറ്റർ ചവിട്ടുന്നത് ലീഗും. നമ്മളും ഇത് തന്നെയാ പറഞ്ഞത്. നിങ്ങളിൽ ആര് ജയിച്ചാലും, ഇടതൻ ജയിച്ചാലും വലതൻ ജയിച്ചാലും ശരി, നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഡമ്മികളായിരിക്കും. പിന്നിൽ നിന്ന് മതതീവ്രവാദികൾ തീരുമാനിക്കും ഓരോ വകുപ്പാർക്ക് എവിടെ, എപ്പോൾ, എന്ത്, എങ്ങനെ. മലബാർ ഒരു സംസ്ഥാനമാക്കി മാറ്റണോ? ഒരു മിനി കൺട്രിയാക്കി മാറ്റണോ? ശരീഅത്ത് നിയമം നിലവിലുള്ള ഒരു രാജ്യമാക്കി മാറ്റണോ? അതൊക്കെ അവര് തീരുമാനിക്കും. ശരീഅത്ത് നിയമം, നമ്മുടെ മലദ്വാർ ഗോൾഡുകൾ നിരന്തരം പിടിക്കപ്പെട്ട സമയത്ത് നമ്മുടെ KT ജലീല് പറഞ്ഞത്, പാണക്കാട് തങ്ങൾ അവിടുന്ന് ഇത് മതപരമായി ശരിയല്ല എന്നൊരു മതവിധിയൊന്ന് പുറപ്പെടുവിക്കണം. മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും അമിതമായിട്ടുള്ള ലഹരി ഉപയോഗങ്ങളുമൊക്കെ തെറ്റാണ് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞാൽ മുസ്ലിം യുവത അംഗീകരിക്കില്ല, അവരനുസരിക്കില്ല. മറിച്ച് മലബാർ ഒരു ശരീഅത്ത് രാജ്യമായതുകൊണ്ട് പാണക്കാട് തങ്ങൾ ഉത്തരവിടണം. എന്ത് ഇസ്ലാമിക രാജ്യമാണല്ലോ ഇത്, എന്ത് പാടുണ്ട്, എന്ത് പാടില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇവർക്ക് വേണ്ടിയായിരിക്കും ഇടതു വലത് സർക്കാരുകൾ ഈ നാട് ഭരിക്കുന്നത്. ഇവർ ഈ രാജ്യം, കേരളം രാജ്യമാണ് അവരുടെ കോൺസെപ്റ്റിൽ, ഭരിച്ചു മുട്ടിക്കും. ഇനി മുട്ടിക്കാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഇത്തരം ഭീകരതകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുവാണ്, ഈ നാട് ഒന്ന് കേന്ദ്രഭരണ പ്രദേശമായിരുന്നെങ്കിൽ. നരേന്ദ്രമോദി ഈ നാട്ടിലേക്കൊന്ന് നോക്കി വളരെ ഉത്കണ്ഠയോടുകൂടി ഈ നാട്ടിലെ ജനാധിപത്യം നിൽക്കുന്നതൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഈ നാടിനെ ഭീകരത വിഴുങ്ങുന്നത്, തീവ്രവാദികൾ ഈ നാടിനെ ഹൈജാക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ നാടിനെ മതഭീകരവാദികളിൽ നിന്നും, മത തീവ്രവാദികളിൽ നിന്നും, ഈ തീവ്രവാദികൾക്ക് ഓശാന പാടുന്ന, ഇവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഇടതന്മാരിൽ നിന്നും വലതന്മാരിൽ നിന്നും, ഇവരോട് പ്രീണനം പാടിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിൽ നിന്നും ഈ നാടിനെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ നമ്മളും ആഗ്രഹിക്കുവാണത്. ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം, ലീഗ് പഴയ ലീഗൊന്നും അല്ലെന്നേ. ലീഗ് പഴയ ലീഗ് ഒന്നും. ഒരു ചിത്രം, ഒരു വീഡിയോ ഉണ്ടല്ലേ, നമ്മുടെ MP മാരെല്ലാം കൂടെ പാർലമെന്റിൽ മുന്നിൽ നിന്ന് KT എന്നുള്ള പാട്ട് പാടുന്നത്, അവിടെ വീഡിയോ ചെയ്തു, ലക്ഷത്തോളം ആളുകൾ കണ്ടു. ആ പാട്ട് പാടാൻ വേണ്ടി 2 MP ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നു? അബ്ദുൽ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും ആ പാട്ട് പാടാൻ വന്നില്ല. കാരണം അതിനകത്ത് അയ്യപ്പനെ വിളിക്കുന്നുണ്ട്. വെറുതെ വിളിക്കാൻ പറ്റില്ല. ഗംഗ എന്ന് പേരിട്ട് വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഹിന്ദു സമുദായത്തിലെ ഹിന്ദു ബോധമില്ലാത്ത ജന്തുക്കളെ 5 വർഷം UDF ഭരണം കൊടുത്താൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ തട്ടമിട്ട് പുറത്തു നടത്തേണ്ടി വരും. അത്യാവശ്യമായി നിങ്ങൾ പൊന്നാനി പോകേണ്ടി വരും. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. നിങ്ങൾ ഇനിയും ഇടതനെയും വലതനെയും വിശ്വസിച്ച് നിങ്ങൾ ഇവർക്ക് അധികാര കസേരയിൽ ഇരിക്കാൻ അവസരം കൊടുത്താൽ അപ്പിക്കുപ്പായത്തിൽ കയറേണ്ടി വരും. ഓരോ ഹിന്ദു കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കും, ഓരോ ക്രിസ്ത്യൻ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കും, ഓരോ മതരഹിത കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കും. പുരുഷന്മാർ പൊന്നാനിയിൽ ചെന്ന് അറ്റവും കൂർപ്പിച്ച് നിന്നു കൊടുക്കേണ്ടി വരും തൊലിയെടുക്കാൻ. കേരളം ഒരു തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് തീറെഴുതി കൊടുക്കും നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്താൽ. അതിന്റെ ഉദാഹരണമാണ് കൊളപ്പാട് വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നലെ
നടന്ന പ്രകടനം UDF നടത്തി, കോൺഗ്രസ് നടത്തിയ പ്രകടനം, ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കത്തില്ല. അല്ല, ഹിന്ദുക്കളെ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നതിന് തുല്യമാണ്. UDF കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരിക്കലും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞു. വിജയം കിട്ടി. 3-ാം ദിവസം വിജയം കിട്ടിയതിന്റെ പിറ്റേ ദിവസം CPM അടിവാളുമായിട്ട് പോയതൊക്കെ വലിയ വാർത്തയായി. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ സുപ്രഭാതം വെക്കരുത് എന്ന് പറഞ്ഞ UDF ഗുണ്ടകൾ, ഇസ്ലാമിക ഭീകരന്മാരുടെ അച്ചാരം വാങ്ങിയ UDF പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയത് വാർത്തയാവില്ല കേരളത്തിൽ. UDFന് കുത്തിയ, കൈപ്പത്തി കുത്തിയ, ഏണിക്ക് കുത്തിയ ഓരോ വോട്ടും നിങ്ങളുടെ മരണ വാറണ്ടിൽ നിങ്ങൾ തന്നെ ഒപ്പുവെച്ചതാണ്. അതുകൊണ്ട് ഇനി 100-150 ദിവസങ്ങൾക്കാവും കേരളത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായി വോട്ട് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സമ്മതിദാന അവകാശം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഖേദിക്കാൻ ഇടവരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളും ചിന്തിക്കണം. മതസൗഹാർദ്ദമല്ല വേണ്ടത്, മാനവ സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് SDPIക്കാർ ഇറങ്ങുകയും ലീഗിന്റെ കൊടി പിടിച്ച് കമ്മികൾ ഇറങ്ങുകയും ചെയ്യുന്ന തലതിരിഞ്ഞ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാര കസേരയിൽ അമർന്നിരിക്കണം. രാജ്യം ആരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാലും ശരി, ചവിട്ട് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോയാലും ശരി, ഈ കപട രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത്. മതേതരത്വം എവിടെയാണ് പറയേണ്ടത്, എവിടെയാണ് മതം പറയേണ്ടത് എന്ന് ഇവർക്കറിയാം. ഞങ്ങളൊരു മത സാമുദായിക പാർട്ടിയാണ്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നത് എന്ന് പറയേണ്ടുന്ന സദസ്സുകൾ ഇവർക്കറിയാം. രഹസ്യമായി ഇവരെ നിയന്ത്രിക്കുന്നത്, അതല്ലെങ്കിൽ ഇവര് നിയന്ത്രിക്കുന്നത് മതതീവ്രവാദത്തെയാണ്. അതിനവർ ഉപയോഗിക്കുന്നത് എന്തിനെയാ? മതേതര ഹിന്ദുവിനെ, മതേതര ക്രിസ്ത്യാനിയെ. ഇത് കേരളം എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ വരെ മാത്രമേ ഇവർക്ക് ആയുസുള്ളൂ. ഈ ഖാൻഗ്രാസ് എന്ന് പറയുന്ന ഭീകരത എന്താണ് എന്ന് നെഹ്റുവിന്റെ കാലം മുതലേ ഭാരതത്തിന് അറിയുന്നതാ. ഇന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ മതേതരന്മാരും ഒരുമിച്ച് നിന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പോറ്റിയെ കയറ്റിയോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. 5 നേരം പള്ളികളിൽ വിളിച്ചു കൂക്കലുകൾ കേൾക്കാം, ബാങ്ക് വിളി രൂപത്തിൽ, ഒരു കുഴപ്പമില്ല. എന്താ രോചകമാണിത്! കോളാമ്പി വയ്ക്കരുത് എന്ന്, ലൗഡ് സ്പീക്കർ വയ്ക്കരുത് എന്ന് കോടതി വിധി വിലക്കുകൾ ഉണ്ടായിട്ട് പോലും ഇന്നും അവരത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? താടിയും തലപ്പാവുമുള്ള മതത്തെ തൊടാൻ ഭയന്നിട്ടാ. മതവും മതവിശ്വാസത്തെയും ചൂഷണം ചെയ്ത് ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ തൊഴിൽ തേടി ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഒരു തന്തയും മോനും ഓസ്ട്രേലിയയിൽ കണ്ടില്ലേ കാണിച്ചു കൂട്ടിയത്? ഇവരെവിടെയാ മര്യാദയ്ക്ക് ജീവിച്ചിട്ടുള്ളത്? എവിടെ വലിഞ്ഞു കയറി ചെന്നാലും ശരി, ഇവരുടെ മതപരമായിട്ടുള്ള അജണ്ടകളല്ലേ പുറത്തെടുക്കുക. ഇനിയെങ്കിലും രാജ്യ താല്പര്യത്തിനു വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടില്ലെങ്കിൽ അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും നമ്മൾ. നമ്മുടെയൊക്കെ വീടുകളിൽ ആ കുട്ടിക്കാലൻ മുദ്രാവാക്യം വിളിച്ചതുപോലെ അരിയും മലരും കുന്തിരിക്കവുമൊക്കെ വാങ്ങിച്ച് കാത്തുവെക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവച്ച് തരും. കേരളത്തിലെ തലമുറ എന്ന് പറഞ്ഞാൽ പള്ളിമണിയും ബാങ്കുവിളിയും സുപ്രഭാതവും ഒക്കെ കേട്ട് വളർന്നവരാണ്. അവരുടെ ഇടയിൽ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ വർഗീയമായിട്ടുള്ള വൈറസ് കുത്തി നിറയ്ക്കാൻ തുടങ്ങിയത്. കേരളം നന്മ കണ്ടുണരുന്ന കേരളമായിരുന്നു. പക്ഷേ നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ ഭരിക്കേണ്ടതും മരിക്കേണ്ടതും ഞമ്മന്റെ മതത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് തന്തയില്ലായ്മകൾ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ് അമുസ്ലിങ്ങളെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ മതം നോക്കി സ്നേഹിക്കാനും വെറുക്കാനും സഹകരിക്കാനും സഹകരിക്കാതിരിക്കാനും പഠിപ്പിച്ച ഈ വർഗീയവാദികളെ, ഈ വിഭാഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇവരെ നിങ്ങൾ തിരിച്ചറിയണം. പകൽ അവർ നിങ്ങളുടെ തോളിൽ കൈയിടും,
രാത്രി നിങ്ങളുടെ തോളിൽ നിന്നും കഴുത്തിൽ നിന്നും തലയെടുക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കാരം ചെയ്യും. കാത്തിരുന്നോളാനാ പറയുന്നേ. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണോ എന്ന ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ല. ഈ തീവ്രവാദം ഏത് മുസ്ലിമിന്റെ ഉള്ളിലുണ്ടെങ്കിലും അവരെ തിരിച്ചറിയാൻ ഒരല്പം പ്രയാസമാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 അടി അകലത്തിൽ നിർത്തിക്കോ, വൈറസാ.